സുഖമായിട്ടിരിക്കുന്നുണ്ടോ? എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയോ? എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരുന്നോ? അതിൽ എന്തൊക്കെയാ പഠിക്കാനെന്ന് അറിയോ? കഥകളുണ്ട്, പാട്ടുകളുണ്ട്, ഒരുപാട് ചിത്രങ്ങളുണ്ട്, ലെറ്റേഴ്സുകളുണ്ട്. കണ്ടിട്ടുണ്ടോ? അതൊക്കെ നമുക്ക് പഠിക്കണ്ടേ? ലെറ്റേഴ്സുകളൊക്കെ നമുക്ക് എഴുതാനും പറയാനൊക്കെ പഠിക്കണം. ഓക്കെ, നിങ്ങൾ പഠിക്കാൻ റെഡി ആയിട്ടിരിക്കല്ലേ? എന്നാ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ? ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് അറിയോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഫസ്റ്റ് ലെറ്റർ ആണ്. ഇംഗ്ലീഷില് 26 ലെറ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലെ എല്ലാ ലെറ്റേഴ്സിനും ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവും, ഒരു സ്മോൾ ലെറ്റർ ഉണ്ടാവും. ഓക്കെ, മറക്കാൻ പാടില്ല കേട്ടോ. ഇംഗ്ലീഷിലെ എല്ലാ ലെറ്റേഴ്സിനും എന്തുണ്ട്? ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, ഒരു സ്മോൾ ലെറ്റർ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് അതിൽ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എ. ഓക്കെ, അപ്പൊ എക്ക് എന്തുണ്ട്? ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവും, പിന്നെ ഒരു സ്മോൾ ലെറ്റർ ഉണ്ടാവും. അത് രണ്ടും നമുക്ക് എഴുതാനും പറയാനൊക്കെ പഠിക്കണം. പഠിക്കണ്ടേ? നമുക്ക് തുടങ്ങല്ലേ? ആർ യു റെഡി? ഒന്ന് ഉഷാറായിട്ട് ഒന്ന് യെസ് എന്നൊന്ന് പറഞ്ഞേ. ആർ യു റെഡി? യെസ്. ഓക്കെ, വെരി ഗുഡ്. ഇംഗ്ലീഷിലെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ഏതാണ്? എ. ഏതാണ്? എ. എക്ക് എന്തുണ്ട്? ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, ഒരു സ്മോൾ ലെറ്റർ ഉണ്ട്. ഓക്കെ, എല്ലാരും ഇവിടെ നോക്കിക്കേ. ഇതാണ് ഇംഗ്ലീഷിലെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എ. ഓക്കെ, ഇത് രണ്ടും എന്താണ്? എ. ഇതും എ, ഇതും എ. പക്ഷെ ഇത് എന്താണ്? ഒന്ന് ക്യാപിറ്റൽ ആണ്, ഒന്ന് സ്മോൾ ആണ്. നമുക്കത് ഏതൊക്കെയാന്ന് നോക്കിയാലോ? ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എ. ഇത് ഏതാണ്? ക്യാപിറ്റൽ ലെറ്റർ എ. അപ്പൊ ഇത് എന്തായിരിക്കും? വെരി ഗുഡ്, സ്മോൾ ലെറ്റർ എ. ഓക്കെ, ഇത് രണ്ടും എന്താണ്? എ ലെറ്റർ ആണ് അല്ലെ? ഇതും എ ആണ്, ഇതും എ ആണ്. ഇത് ഏത് എ ആണ്? വെരി ഗുഡ്, ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എ, ദിസ് ഈസ് സ്മോൾ ലെറ്റർ എ. ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. നിങ്ങളൊന്ന് പറഞ്ഞേ, ഇത് ഏത് എ ആണ്? ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. ഓക്കെ, മനസ്സിലായോ? ഇംഗ്ലീഷിലെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? എ. ഇവിടെ നോക്കിക്കേ, ഇത് ഏത് എ ആണ്? ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് എ ലെറ്ററിന്റെ സൗണ്ട് ഒന്ന് പഠിച്ചാലോ? നമ്മുടെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ കഴിക്കാൻ നമ്മൾ വായ തുറക്കൂലേ? എന്ന് പറഞ്ഞ് നമ്മൾ വായ തുറക്കൂലേ? അതന്നെയാണ് അതിന്റെ സൗണ്ട്. എ സൗണ്ട് ഈസ് ആ. എ സൗണ്ട് ഈസ് ആ. എ സൗണ്ട് ഈസ് ആ. ഓക്കെ, മനസ്സിലായോ? എന്റെ സൗണ്ട് എന്താണ്? നമ്മുടെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട്, അത് കഴിക്കാൻ നമ്മൾ വായ തുറക്കൂലേ? എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എ സൗണ്ട് ഈസ് ആ. എ സൗണ്ട് ഈസ് ആ. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ. ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എ, ദിസ് ഈസ് സ്മോൾ ലെറ്റർ എ. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ദിസ് ഈസ് ഇതെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എ, ഇതോ സ്മോൾ ലെറ്റർ എ. ഓക്കെ, എ സൗണ്ട് ഈസ് എന്താണ്? നമ്മൾ ആപ്പിൾ കഴിക്കുമ്പോ നമ്മുടെ കയ്യിൽ ആപ്പിൾ ആണ്, നമ്മൾ എങ്ങനെ കഴിക്കുക? എന്ന് പറഞ്ഞിട്ടല്ലേ? അപ്പൊ എ സൗണ്ട് ഈസ് ആ. എ സൗണ്ട് ഈസ് ആ. ഓക്കെ, ഇനി നമുക്ക് എ ലെറ്റർ വെച്ചിട്ട് 4 ചിത്രങ്ങളെ പേരുകൾ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ചിത്രങ്ങൾ തന്നെയാണ്. നമുക്ക് ചിത്രങ്ങളൊന്ന് നോക്കിയാലോ? ഇതെല്ലാരും കഴിച്ചിട്ടുണ്ടാവും. ഇതെന്താണ്? വെരി ഗുഡ്, എന്താണ്? ആപ്പിൾ. എന്താണ്? ആപ്പിൾ. ഒന്ന് ഉറക്കെ പറഞ്ഞ്, ആപ്പിൾ. വാട്ട്സ് ദ കളർ ഓഫ് ആൻ ആപ്പിൾ? ഈ ആപ്പിളിന്റെ കളർ എന്താണ്? എന്താണ്? ഉറക്കെ പറയൂ, എന്താണ്? റെഡ്. ഓക്കെ, ചുവപ്പ്. ചുവപ്പ് കളറാണ് അല്ലെ? വെരി ഗുഡ്. നിങ്ങൾ ആപ്പിൾ കഴിച്ചിട്ടുണ്ടോ? എല്ലാരും കഴിച്ചിട്ടുണ്ട് അല്ലെ? നല്ല ടേസ്റ്റ് ആണ് അല്ലെ? ഓക്കെ, അപ്പോ ആപ്പിളിന്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? നമ്മള് എന്നാണ് പറയുന്നത്. ആ സൗണ്ട് വരുന്ന ലെറ്റർ ഏതാണ്?
എ. അപ്പോ ആപ്പിളിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? എ. ഓക്കെ, ആപ്പിളിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? എ. മനസ്സിലായോ? നമുക്ക് എന്നാ ആപ്പിള് ഇവിടെ ഒന്ന് ഒട്ടിച്ചാലോ? ഒട്ടിക്കല്ലേ? വാട്ട് ഇസ് ദിസ്? ഇതെന്താണ്? ദിസ് ഈസ് ആൻ ആപ്പിൾ. ദിസ് ഈസ് ആൻ ആപ്പിൾ. ഇനി നമുക്ക് അടുത്ത പിക്ചർ നോക്കിയാലോ? ഇതാരാന്നറിയോ? ഇതാരാണ്? ആരാണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെല്ലാ വീടുകളിലും ഉണ്ടാവും ഇത്. കണ്ടിട്ടുണ്ടോ? എന്താണ്? ആ, ഉറുമ്പ്. വെരി ഗുഡ്, ഉറുമ്പ്. ഈ ഉറുമ്പിന് ഒരു ഇംഗ്ലീഷ് പേരുണ്ട്. അതെന്താന്നറിയോ? എ വെച്ചിട്ട്, എ ലെറ്റർ വെച്ചിട്ട് ഈ ഉറുമ്പിന് ഒരു പേരുണ്ട്. എന്താണ്? എന്താണ് അറിയോ? ഞാൻ പറയട്ടെ? പറയട്ടെ? ആൻഡ്. ആൻഡ്. എന്താണ്? ആൻഡ്. ഒന്ന് പറഞ്ഞേ. ആൻഡ്. എന്താണ്? ആൻഡ്. ആന്റി എന്നല്ല കേട്ടോ, ആന്റി എന്നല്ല. ആന്റി നിങ്ങളെ വീട്ടിലുള്ള ആളാവും. ഇത് ആന്റി ആണോ? അല്ല. ഇതെന്താണ്? ആൻഡ്. ഓക്കെ, ആൻഡ്. ഇതെന്താണ്? ആൻഡ്. ഇതെന്താണ്? ആൻഡ്. ഓക്കെ, നമുക്ക് ആന്റിനെ ആപ്പിളിന്റെ അടുത്ത് ആന്റിനെ ഒന്ന് ഒട്ടിച്ചാലോ? ഇപ്പൊ നമ്മള് എ ലെറ്റർ വെച്ചിട്ട് എന്തൊക്കെ പഠിച്ചു? വാട്ട് ഇസ് ദിസ്? ഇതെന്താണ്? ദിസ് ഈസ് ആൻ ആപ്പിൾ. ഇതെന്താണ്? ആപ്പിൾ. ഇതെന്താണ്? ആൻഡ്. ഇതെന്താണ്? ആപ്പിൾ. ഇതെന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ആന്റി ആണോ? ആന്റി അല്ല. എന്താണ്? ആൻഡ്. ആൻഡ്. ഓക്കെ, ഇതെന്താണ്? ആൻഡ്. മറക്കാൻ പാടില്ല കേട്ടോ. ആപ്പിൾ, ആൻഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പിക്ചർ നോക്കിയാലോ? ഇതെന്താണ്? എല്ലാവരും ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ പിടിച്ചേ. പിടിച്ചോ? ഈ ഭാഗത്തിന് ഒരു പേര് പറയും. അതെന്താന്നറിയോ? എ വെച്ചിട്ട് ഈ ഭാഗത്തിന് ഒരു പേര് പറയും. എന്താണ്? ആം. എന്താണ്? ആം. ഒന്ന് പറഞ്ഞേ. ആം. ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആം. കയ്യിന്റെ ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? ആം. ഒന്ന് പറഞ്ഞേ. ആം. ഒന്നുകൂടെ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആം. ഓക്കെ, നമുക്ക് ആം ഒന്ന് ഇവിടെ ഒട്ടിച്ചാലോ? ഒട്ടിക്കല്ലേ? ഇവിടെ നോക്കിക്കേ, ഇപ്പൊ എന്തൊക്കെ എ ലെറ്റർ വെച്ചിട്ട് എന്തൊക്കെ പഠിച്ചു? ആപ്പിൾ, ആൻഡ്. എന്താണ്? ആം. എന്താണ്? ആം. എന്താണ്? ആം. ഓക്കെ, ഇനി നമുക്ക് ഒരു പിക്ചറും കൂടി പഠിക്കാണ്. ലാസ്റ്റ് പിക്ചർ ആണ്, അതും കൂടി പഠിച്ചാലോ? എന്താണത്? ഇത് ആരൊക്കെ കണ്ടിട്ടുണ്ട്? ഇത് എത്ര പേര് കണ്ടിട്ടുണ്ട്? ആ, നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇത് നിങ്ങൾ എവിടുന്ന കണ്ടിട്ടുള്ളത്? റോഡിലൂടെ ഇങ്ങനെ പോകുന്നതാണോ കണ്ടിട്ടുള്ളത്? റോഡിലൂടെ ആണോ ഇത് പോവാറ്? അല്ലല്ല, എതിലൂടെ പോവാറ്? ആ, സ്കൈയിലൂടെ, ആകാശത്തിലൂടെ പോകുന്നതാണ് അല്ലെ? ഇതിനെന്തൊരു പേര് പറയല്ലോ? എന്താണ്? ആ, വിമാനം. പക്ഷെ ഇതിനൊരു ഇംഗ്ലീഷ് പേരുണ്ട്. എ ലെറ്റർ വെച്ചിട്ട് ഇതിനൊരു ഇംഗ്ലീഷ് പേരുണ്ട്. അതെന്താന്നറിയോ? ആർക്കെങ്കിലും അറിയോ? അറിയോ? ഞാൻ പറയട്ടെ? എനിക്കറിയാം, ഞാൻ പറയട്ടെ? എന്താന്നറിയോ? എയ്റോപ്ലെയിൻ. എന്താണ്? എയ്റോപ്ലെയിൻ. എന്ന് പറഞ്ഞേ. എയ്റോപ്ലെയിൻ. ഓക്കെ, ഇതിന് എന്താണ് പറയാ? എയ്റോപ്ലെയിൻ. ഉറക്കെ പറഞ്ഞ്. എയ്റോപ്ലെയിൻ. എയ്റോപ്ലെയിൻ നമ്മൾ ഒട്ടിക്കട്ടെ? ഒട്ടിക്കട്ടെ? ഓക്കെ, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര നേരം ക്ലാസ് ശ്രദ്ധിച്ചിരുന്നു എന്നൊക്കെ ഞാൻ നോക്കട്ടെ. ഓക്കെ, ഇംഗ്ലീഷിലെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ഏതാണ്? എ. ഏതാണ്? എ. വെരി ഗുഡ്. എക്ക് എന്തുണ്ട്? ആ, ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, ഒരു സ്മോൾ ലെറ്റർ ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കേ,
ഇത് രണ്ടും എ ആണ് അല്ലെ. ഇത് ഏത് എ ആണ്? ഒന്ന് ഉറക്കെ പറഞ്ഞേ. ക്യാപിറ്റൽ ലെറ്റർ എ. വെരി ഗുഡ്. അപ്പൊ ഇതെന്തായിരിക്കും? സ്മോൾ ലെറ്റർ എ. ഓക്കെ. ഇനി എ സൗണ്ട് എന്താണ്? എന്റെ ഒരു സൗണ്ട് ഞാൻ പറഞ്ഞല്ലോ. എന്താണ്? നമ്മളെ ആപ്പിൾ എങ്ങനെ കഴിക്കാറ്? ആ എന്ന് പറഞ്ഞിട്ടല്ലേ കഴിക്കാറ് അല്ലേ? അപ്പൊ എന്റെ സൗണ്ട് എന്താണ്? ആ. എ സൗണ്ട് ഈസ് ആ എന്ന് പറഞ്ഞേ. എ സൗണ്ട് ഈസ് ആ. മറക്കാൻ പാടില്ല. നമ്മൾ ആപ്പിൾ എങ്ങനെ കഴിക്കുക? വായ എങ്ങനെ തുറക്കുക? ആ എന്ന് പറഞ്ഞിട്ട് വായ തുറക്കൂലേ? അപ്പൊ എ സൗണ്ട് ഈസ് ആ. ഓക്കെ. പിന്നെ നമ്മള് എ ലെറ്റർ വെച്ചിട്ട് 4 ചിത്രങ്ങളെ പേരുകൾ പഠിച്ചു. എന്തൊക്കെയാണ്? ഇവിടെ നോക്കിയിട്ട് പറഞ്ഞോളി. എന്താണ്? ഫസ്റ്റ് എന്താണ്? ആപ്പിൾ. ഓക്കെ. ഇതെന്താണ്? എന്താണ്? ആൻഡ്. ഓക്കെ, വെരി ഗുഡ്. ഇതെന്താണ്? കയ്യിന്റെ ഈ ഭാഗത്തിന് ഒരു പേര് പറഞ്ഞല്ലോ. എന്താണ്? എന്താണ്? ആം. എന്താണ്? ആം. ഓക്കെ. ഇതെന്താണ്? എന്താണ്? എയ്റോപ്ലെയിൻ. ഓക്കെ. എന്തൊക്കെയാ പഠിച്ചു? ആപ്പിൾ, ആൻഡ്, ആം, എയ്റോപ്ലെയിൻ. ഓക്കെ. നമുക്ക് ഈ എ ലെറ്റർ എങ്ങനെ എഴുതാൻ നോക്കിയാലോ? ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒക്കെ നമുക്ക് നോട്ട്ബുക്കിൽ എഴുതണ്ടേ? നമുക്ക് എഴുതി പഠിക്കണ്ടേ? അപ്പൊ അതെങ്ങനെ എഴുതാൻ നോക്കിയാലോ? എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. എന്നാലേ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളെ സ്ലേറ്റിലും നോട്ട്ബുക്കിലൊക്കെ നല്ല വൃത്തിയായിട്ട് എഴുതാൻ കഴിയുള്ളൂ. ഇവിടെ നോക്കിക്കേ, എങ്ങനെ എഴുതാൻ നോക്കിക്കേ. ഈ താഴേന്ന് ഇങ്ങനെ മുകളിലോട്ടൊരു സ്ലാൻഡിങ് ലൈൻ, ചെരിഞ്ഞ വര ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ. അതുപോലെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്നു, ഇവിടുന്ന് താഴോട്ടൊരു ചെരിഞ്ഞ വര, സ്ലാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കും. ഓക്കെ. ഇപ്പൊ ഇങ്ങനെ കിട്ടിയില്ലേ? ഇനി ഇതിന്റെ നടുന്ന് കണ്ടോ, ഈ നടുന്ന് നേരെ ഒരു സ്ലീപ്പിംഗ് ലൈൻ, നേരെ ഒരു വര വരച്ചു കൊടുക്കുക. ഇങ്ങനെ വര വരച്ചു കൊടുക്കുക. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ എ. ഓക്കെ. നമുക്ക് ഒന്നുകൂടെ എഴുതി നോക്കിയാലോ? ഇങ്ങനെ ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങനെ താഴോട്ടും വരച്ചു കൊടുക്കുക. ഇനി എന്താ ചെയ്യാ? ഇനി ഈ നടുവിന് എന്ത് ചെയ്യാ? നേരെ ഒരു വര വരച്ചു കൊടുക്കുക. അപ്പൊ എന്തായി? ക്യാപിറ്റൽ ലെറ്റർ എ. ഇപ്പൊ നമ്മൾ ക്യാപിറ്റൽ എ എഴുതാൻ പഠിച്ചു. നമുക്ക് സ്മോൾ നോക്കിയാലോ? സ്മോൾ ഇതിനേക്കാളും സിമ്പിൾ ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കിക്കേ, ഇതുപോലെ ഒരു കേവ് വരയ്ക്കും. കണ്ടോ? ഇങ്ങനെ വരയ്ക്കും. എന്നിട്ടുണ്ടോ, ഇതിങ്ങനെ മുകളിലോട്ട് ഇവിടേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. എന്നിട്ട് ഇത് ഇതുപോലെ താഴോട്ട് കൊണ്ടുവരാം. എന്തായി? എ. ഒന്നുകൂടെ ഇങ്ങനെ ഒരു കേവ് വരയ്ക്ക. കണ്ടോ? ഇതിങ്ങനെ ഇവിടെ മുട്ടിക്ക. ഇത് താഴോട്ട് കൊണ്ടുവരാം. ഇതെന്താണ്? എ. ഒന്നുകൂടെ ഒന്ന് എഴുതി നോക്കാം. ഒരു കേവ് ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ? എന്നിട്ട് ഇത് ഇവിടെ നമ്മള് മുകളിലത്തെ അവിടെ തട്ടിക്ക. എന്നിട്ട് അത് താഴോട്ട് കൊണ്ടുവരാം. എന്തായി? എ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതുപോലെ നിങ്ങളെ സ്ലേറ്റിലെ 2 ഭാഗത്തും കള്ളികളെ വരച്ചിട്ട് ഒരു ഭാഗത്ത് ക്യാപിറ്റൽ ലെറ്റർ എയും ഒരു ഭാഗത്ത് സ്മോൾ ലെറ്റർ എയും എഴുതി പഠിക്കണം. ഇനി നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നേ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചേ. അതിൽ കണ്ടോ? ക്യാപിറ്റൽ ലെറ്റർ എ കൊടുത്തിട്ടുണ്ട്, സ്മോൾ ലെറ്റർ എ കൊടുത്തിട്ടുണ്ട്, ഈ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കണ്ടോ? പിന്നെ അതില് ഇതുപോലെ വൈറ്റ് കളറില്, വെള്ള കളറില് ഒരു ക്യാപിറ്റൽ ലെറ്റർ എയും കൊടുത്തിട്ടുണ്ട്, ഒരു സ്മോൾ ലെറ്റർ എയും കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? കളർ ചെയ്തിട്ട് സുന്ദരനാക്കി മാറ്റണം. നമുക്ക് ഇഷ്ടപ്പെട്ട കളർ വെച്ചിട്ട് ചെയ്യാം. ഞാന് ഇതിനെ സുന്ദരനാക്കും, ഇതിനെ സുന്ദരിയാക്കും. ഇതുപോലെ നിങ്ങളും ചെയ്യണം. ഓക്കെ. എല്ലാവർക്കും ഇതുപോലുള്ള ക്രയോൺ ഇല്ലേ? ഇത് വെച്ചിട്ട് ഇതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ വെച്ചിട്ട് ചെയ്യാട്ടോ. ഓക്കെ. ഞാനിവിടെ ഓറഞ്ച് കളറും റെഡ് കളറാണ് എടുക്കുന്നത്. ഓറഞ്ചും ചുവപ്പും ആണ് ഞാനിവിടെ കൊടുക്കാനായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എടുക്കാട്ടോ. ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എക്ക് ഓറഞ്ച് കളർ വെച്ച് സുന്ദരനാക്കാൻ പോവാണ് കേട്ടോ. പുറത്തൊന്നും പോവാതെ ചെയ്യണേ, ശ്രദ്ധിച്ച് ചെയ്യണേ. കണ്ടോ? ക്യാപിറ്റൽ ലെറ്റർ എ
ഓറഞ്ച് കളർ വെച്ചിട്ട് സുന്ദരനാക്കി. ഇനി സ്മോൾ ലെറ്റർ എയെ ചുവപ്പ് കളർ വെച്ചിട്ട് സുന്ദരിയാക്കാൻ പോവാണ്. ഇവിടെ നോക്കിക്കേ, ഇപ്പൊ കളർ ചെയ്ത് എത്ര മനോഹരമായിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. നിങ്ങൾ ഇതുപോലെ കളർ ചെയ്യണേ. ഇനി നമുക്ക് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാലോ? ഓക്കെ, ഇംഗ്ലീഷിലെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ഏത് ലെറ്റർ നമ്മൾ ഇന്ന് പഠിച്ചത്? ഏതാണ്? ഇംഗ്ലീഷിലെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? എ. ഏതാണ്? എ. എക്ക് എന്തുണ്ട്? ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, ഒരു സ്മോൾ ലെറ്റർ ഉണ്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, നിങ്ങളൊന്ന് പറഞ്ഞേ, ഇതെന്താണ്? ദിസ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ എ. ഇതെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എ. ഇതെന്താണ്? സ്മോൾ ലെറ്റർ എ. ഇതെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എ. ഇതെന്തായിരിക്കും? സ്മോൾ ലെറ്റർ എ. ഓക്കെ, നമ്മള് എ ലെറ്ററിന്റെ ഒരു സൗണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓർക്കുന്നുണ്ടോ? എങ്ങനെയാ പറഞ്ഞു തന്നിരുന്നത്? നമ്മുടെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട്, അത് നമ്മൾ എങ്ങനെയാ കഴിക്കാറ്? ആന്ന് പറഞ്ഞിട്ട് കഴിക്കൂലേ? അപ്പോ എ സൗണ്ട് ഈസ് അ, എ സൗണ്ട് ഈസ് അ, എ സൗണ്ട് ഈസ് അ. ഓക്കെ, നമ്മള് എ വെച്ചിട്ട് 4 ചിത്രങ്ങളെ പേരുകൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ആപ്പിൾ, ആറ്റ്, ആം, എയ്റോപ്ലെയിൻ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ആപ്പിൾ, ആറ്റ്, ആം, എയ്റോപ്ലെയിൻ. ഇത് നിങ്ങള് മറക്കാതിരിക്കാൻ മിസ് ഒരു വഴി പറഞ്ഞു തരട്ടെ. എന്താണ്? ആൻഡ് ഒരു ദിവസം എയ്റോപ്ലെയിനില് പോവായിരുന്നു. ആ ആൻഡിന്റെ കയ്യില് എന്തുണ്ട്? ഒരു ആപ്പിൾ ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ്? ആൻഡ് ഒരു ദിവസം എയ്റോപ്ലെയിനില് യാത്ര പോയി. ആ ആൻഡിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ആപ്പിൾ ഉണ്ട്. ഓക്കെ, മറക്കോ? ആൻഡ് ഒരു ദിവസം എയ്റോപ്ലെയിനില് യാത്ര പോയി. ആൻഡിന്റെ കയ്യിൽ എന്തുണ്ട്? ആപ്പിൾ ഉണ്ട്. അപ്പോ ആൻഡ്, എയ്റോപ്ലെയിൻ, ആം, ആപ്പിൾ. മറക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, പിന്നെ നമ്മള് ക്യാപിറ്റൽ ലെറ്റർ എയും സ്മോൾ ലെറ്റർ എയും എഴുതാൻ പഠിച്ചു. അതെങ്ങനെയായിരുന്നു? ഇവിടെ നോക്കിക്കേ, ആപ്പിളിന്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? എ. അതൊന്ന് എങ്ങനെ എഴുതാന്ന് പറഞ്ഞേ. താഴെ നിന്ന് മുകളിലേക്ക് ഒരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കാം. ഇവിടുന്ന് അതുപോലെ താഴോട്ടും വരയ്ക്കാം. ഇനി എന്താ ചെയ്യാ? അതിന്റെ ഈ നടുവിൽ നിന്ന് നേരെ ഒരു വര വരയ്ക്കാം. ഇപ്പൊ എന്തായി? എ ആയി. ഇനി സ്മോൾ എങ്ങനെ എഴുതാറ്? ഇങ്ങനെ ഒരു കേവ് ഇങ്ങനെ വരയ്ക്കാം. കണ്ടോ? എന്നിട്ട് ഇതിങ്ങനെ ഈ മുകൾക്ക് കൊടുക്കുക, നേരെ താഴോട്ട് വരും. എന്തായി? സ്മോൾ ലെറ്റർ എ. ഓക്കെ, എളുപ്പല്ലേ? നിങ്ങൾ നിങ്ങളുടെ സ്ലേറ്റില് എഴുതണേ. ഇനി നിങ്ങൾ പോയിട്ട് നിങ്ങളെല്ലാവരുടെ കയ്യിലും സ്ലേറ്റ് ഉണ്ടല്ലോ അല്ലെ? ആ സ്ലേറ്റ് എടുത്തിട്ട് അതില് ഒരു ഭാഗത്ത് ക്യാപിറ്റൽ ലെറ്റർ എയും ഒരു ഭാഗത്ത് സ്മോൾ ലെറ്റർ എയും എഴുതി പഠിക്കാം. എന്നാ വേഗം പോയി എഴുതിക്കോളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.